കെ സുധാകരന്റെ റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസിലെ പ്രതികരണത്തിന് പിന്നാലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമാവുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് തിരുവല്ലയിലെ UDF കൺവെൻഷൻ വേദിയിൽ വെച്ച് PJ കുര്യൻ പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഇപ്പോൾ ചർച്ചകൾ വേണ്ട എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും പ്രതികരണം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊപ്പം കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദവിയിലെ ചർച്ചകളും ചൂടുപിടിക്കുകയാണ്. റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസിൽ കെ സുധാകരനാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ഒടുവിൽ മുതിർന്ന നേതാവ് PJ കുര്യനും സുധാകരന്റെ പരാമർശം ഏറ്റുപിടിച്ചു. കെ സുധാകരന്റെ പാത പിന്തുടർന്ന PJ കുര്യനും രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് നിർദ്ദേശിച്ചത്. എന്തായാലും മെയ് 9-ാം തീയതി നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. ചർച്ചകൾ തിരിച്ചടിക്കുമെന്ന് ഭയന്നാണ് നേതാക്കൾ കരുതലോടെ പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക ഹൈക്കമാൻഡാണെന്ന് VD സതീശൻ ആവർത്തിച്ചു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെലങ്കാനയിലും കർണാടകത്തിലും ചെയ്തതുപോലെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. മുഖ്യമന്ത്രി പദമല്ല ലക്ഷ്യം, 100 സീറ്റും ഭരണവുമാണെന്ന് ചെന്നിത്തലയും പ്രതികരിച്ചു. ഇതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് വരിക, കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം ഒരു പുതിയ ഗവൺമെന്റ് വരിക എന്നുള്ളതാണ്. അല്ല വേറെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പതിവ് തെറ്റിച്ച് കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തിൽ ചർച്ചകൾ കൊഴുക്കുകയാണ്. മുതിർന്ന നേതാക്കൾ പരസ്യമായി ചെന്നിത്തലയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങിയെങ്കിലും മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുക കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.